ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററാണ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്. അതിൻ്റെ ആദ്യ ഭാഗം എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. എന്താണ് ന്യൂട്രിയൻസ്? നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങളുണ്ട്. അവ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കോമ്പോണൻസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ഡെവലപ്മെൻറ്റിനും അത്യന്താപേക്ഷിതമായ ഇത്തരത്തിലുള്ള ഘടകങ്ങളെയാണ് നമ്മൾ പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ന്യൂട്രിയൻസിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷനുമാണ്, അതിൻ്റെ ധർമ്മവുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേതായിട്ട് നമ്മുടെ ന്യൂട്രിയൻ്റാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ബോഡി ബിൽഡിംഗ് ഫുഡായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ബോഡിയുടെ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായൊരു ഘടകമാണ് പ്രോട്ടീൻ. ഇറ്റ് ബിൽഡ്സ് ന്യൂ ടിഷ്യൂസ്, ആൻറ്റിബോഡീസ്, എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് അതർ കോമ്പൗണ്ട്സ്. നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും അത് നമ്മുടെ ബോഡിയുടെ പുതിയ ടിഷ്യൂസ് ഉണ്ടാക്കുന്നു, പുതിയ ആൻറ്റിബോഡീസ്, എൻസൈമുകൾ ഉണ്ടാക്കുന്നു, ഹോർമോണുകൾ ഉണ്ടാക്കുന്നു എന്ന് വേണ്ട മറ്റു പലവിധ കോമ്പൗണ്ടുകളും നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മറ്റു പലവിധ കോമ്പൗണ്ടുകളും ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഒരു ബോഡി ബിൽഡിംഗ് ഫുഡ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് കമ്പണൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ആളാണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം എന്ന് പറയും. അത് നമ്മുടെ ബോഡിക്ക് എനർജി, ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതായിട്ട് വരുന്നതാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്. നമ്മുടെ ശരീരത്തിനൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻസുലേഷൻ, ഒരു ലോങ് ടേം ആയിട്ടുള്ള എനർജി നൽകുക, നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഫാറ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ത്വക്കിനടിയിലായിട്ട്, തൊലിപ്പുറത്തിനടിയിലായിട്ട് അതങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അത് നമുക്ക് ഒരു ഇൻസുലേഷൻ്റെ ഒരു ഇഫക്റ്റാണ് തരിക. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെയും മറ്റും അത് നിലനിർത്തി പോകുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ ഈ പോളാർ ധ്രുവങ്ങളിലുള്ള ആനിമൽസിനെ നോക്കുക. ധ്രുവങ്ങളിലുള്ള ആനിമൽസിൻ്റെ ഈ ത്വക്കിനടിയിലായിട്ട് അല്ലെങ്കിൽ തൊലിയുടെ അടിയിലായിട്ട് ബ്ലബർ എന്ന് പറയുന്നൊരു ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് തണുപ്പ് അധികമായിട്ട് അനുഭവപ്പെടില്ല. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ തന്നെയാണ്. അതൊരു ലോങ് ടേം എനർജി പ്രൊവൈഡറാണ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അന്നജം കഴിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൊരു രീതിയിൽ ഫാറ്റാണ്. ആ ഫാറ്റ് പിന്നെ അത് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു എനർജി ഡെപ്പോസിറ്ററായിട്ട് നമുക്കതിനെ കണക്കാക്കാം, അല്ലെങ്കിൽ എനർജി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇൻ ദ ഫോം ഓഫ് ഫാറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻസിൻ്റെ കാര്യം പറയാം. വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. നമ്മുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തിനെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള കഴിവ് വൈറ്റമിൻസിനുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് ന്യൂട്രിയൻസ് എങ്ങനെ ആഗിരണം ചെയ്യപ്പെടണം, എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളതിനും കൂടി വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മിനറൽസ്. നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമായൊരു ഘടകമാണ് മിനറൽസ്. ഉദാഹരണമായി കാൽഷ്യം, അയോഡീൻ. ഗോയിറ്റർ എന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അയോഡീൻ, കാൽഷ്യം ഇതൊക്കെ മിനറൽസിൻ്റെ പട്ടികയിൽപ്പെടുന്ന ആളുകളാണ്. നെക്സ്റ്റ് ഇസ് വാട്ടർ. വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വെള്ളം എന്ന് പറയുന്നത് ഒരു പോഷകമല്ലെങ്കിലും അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസിനെ, പോഷകങ്ങളെ അലിയിപ്പിക്കാനും വേസ്റ്റ് റിമൂവ് ചെയ്യാനും, ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത ഘടകങ്ങളെ റിമൂവ് ചെയ്യാനും മാറ്റാനും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വെള്ളം വഹിക്കുന്ന പങ്ക് വളരെയധികമാണ്. അതുകൂടാതെ നമ്മുടെ ഡൈജഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്ന അല്ലെങ്കിൽ ദഹനാവസ്ഥയുടെ ആ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യം നമുക്കറിയാം ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് വായിൽ വെച്ചിട്ടാണ്. നമ്മുടെ വായിലുള്ള പല്ലുകളും നമ്മുടെ വായിലുള്ള സലൈവറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവയും പിന്നെ നമ്മുടെ നാവ് എല്ലാം കൂടി ചേർന്നിട്ട് ഡൈജഷനെ സാധ്യമാക്കുന്നുണ്ട്. വായിലെ പ്രവർത്തനത്തിന് ശേഷം അത് ഈസോഫാഗസ് എന്ന് പറയുന്ന ഫുഡ് പൈപ്പ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് അത് താഴോട്ട് പോകുന്നത്. ആ ഒരു ഫുഡ് പൈപ്പ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റിലൂടെ, അതിൻ്റെ ഒരു ചലനത്തിലൂടെ, ആ ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്നത്.
ആ ഒരു ചലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് പതുക്കെ പതുക്കെ സ്റ്റൊമക്കിലേക്ക്, നമ്മുടെ വയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ച് പിന്നെ അതിന് ഫർദർ ഡൈജഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. ഹൈഡ്രോക്ലോറിക് ആസിഡിന് പുറമെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. അപ്പം അത് രണ്ടും ചേർന്നിട്ട് ഒരു മ്യൂക്കസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ചേർന്നിട്ട് ഡൈജഷൻ പുനരാരംഭിക്കുകയാണ് സ്റ്റൊമക്കിൽ വെച്ചിട്ട്. സ്റ്റൊമക്കിന് ശേഷം ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴേക്കും വിവിധ എൻസൈമുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസ്, പാൻക്രിയാറ്റിക് എൻസൈംസ്, ഇതൊക്കെ അവിടെ വന്നിട്ട് പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആകുന്നു. അതിനുശേഷം എബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം എന്ന പ്രവർത്തനം, പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറു കുടലിൽ വെച്ചാണ്. അങ്ങനെ പോഷകങ്ങളെല്ലാം ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് അത് വൻകുടലിലേക്കുള്ളൊരു ട്രാൻസ്ഫറാണ്. വൻകുടലിൽ വെച്ച് എക്സസ് വെള്ളമെല്ലാം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തിരിക്കും. ബാക്കി വരുന്നൊരു ഫീക്കൽ മാറ്റർ, നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ, അത് വൻകുടലിൽ നിന്നും ആനസിലേക്ക് പോകുന്നതായിരിക്കും. റെക്റ്റം, അതായത് രക്തത്തിലേക്ക് പോയിട്ട് ആനസിലൂടെ അത് ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഇതാണ് ഒരു ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ദഹന പ്രക്രിയയുടെ ചുരുക്കം. അടുത്തായിട്ട് നമുക്കുള്ളത് പഠിക്കാൻ പോകുന്നത് പല്ലിൻ്റെ ഘടനയാണ്. പല്ലിൻ്റെ ഘടന ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. പല വിധത്തിലുള്ള സെറ്റുകളുണ്ട് അല്ലെ. വായിൽ 32 പല്ലുണ്ടെങ്കിൽ അതിൽ പല വിധത്തിലുള്ള പല്ലുകളാണ്. മുൻനിരയായിട്ട് കാണപ്പെടുന്ന 4 പല്ലുകൾ നോക്കും. താഴെ 4 പല്ല്, മുകളിൽ 4 പല്ല്. നമ്മൾ കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, കടിച്ച് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പല്ലുകളെയാണ് നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. ഇൻസിസേഴ്സിന് ഇരുവശത്തായിട്ട് ഒരു കെനൈൻ എന്ന് പറയുന്ന ഒരു സെറ്റ് കാണാം. കെനൈൻ അത് നല്ല മൂർച്ചയേറിയത്, നമ്മൾ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറച്ചിയൊക്കെ കടിച്ചു മുറിക്കുന്ന പോലെ നമ്മൾ ടിയറിങ് ആയിട്ടുള്ള ഒരു ടീത്താണ് കെനൈൻ എന്ന് പറയുന്നത്. താഴെ 2 നിരയുണ്ട്, 2 എണ്ണം ഉണ്ട്. മുകളിലത്തെ നിരയിലും 2 എണ്ണം ഉണ്ട്. പിന്നെ അതിനുശേഷം കാണുന്ന മോലാസ് ആൻഡ് പ്രീ മോലാസ്, അതിനെ നമ്മൾ ഗ്രൈൻഡിങ് ടീത്ത് എന്നാണ് പറയുന്നത്. ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി, ചവച്ചരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലുകളാണ് മോലാസ് ആൻഡ് പ്രീ മോലാസ് എന്ന് പറയുന്നത്. അത് ച്യൂ ചെയ്യാനും, ച്യൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് എന്നാണ് അവയെ പറയപ്പെടുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടി കൂടുമ്പോൾ 32 പല്ലുകളാണ് നമ്മുടെ പെർമനൻറ്റ് ടീത്ത് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പല്ലിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഡെഡ് ടിഷ്യൂ കൊണ്ട് നിർമ്മിതമായ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകളാണ്: അതിൻ്റെ നിറം വെള്ളയാണ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെഡ് ടിഷ്യൂസ്. ഹാർഡസ്റ്റ് പാർട്ട് അതാണ്, പല്ലിൻ്റെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണത്, ഹാർഡസ്റ്റ് പാർട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡെഡ് ടിഷ്യൂസ്. അതിന് താഴെയായിട്ട് നമ്മൾ പല്ല് എന്ന് പറയുന്ന, പല്ല് എന്തുകൊണ്ടാണ് നിർമ്മിതമായ ആ ഒരു ഭാഗമാണ്, അതിനെയാണ് നമ്മൾ ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. അത് ലിവിങ് ടിഷ്യൂ ആണ്. ഇനാമൽ ഡെഡ് ടിഷ്യൂ ആയിരുന്നു, ഡെൻറ്റൈൻ എന്ന് പറയുന്നത് ലിവിങ് ടിഷ്യൂ ആണ്. അതിന് താഴെയായിട്ട് നമുക്ക് പൾപ്പ് എന്ന് പറയുന്ന ഭാഗം കാണാം. പൾപ്പ് ക്യാവിറ്റിയിലുള്ള ഒരു ഭാഗമാണ് പൾപ്പ് എന്ന് പറയുന്നത്. അവിടെ പൾപ്പിന് പുറമെ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ കാണാവുന്നതാണ്. ഏറ്റവും താഴെയായിട്ട് സിമെൻറ്റം, അതിനൊരു സിമെൻറ്റിങ് മെറ്റീരിയൽ കൊണ്ട് നമ്മുടെ ഗമ്മിൽ, മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഭാഗമാണ് സിമെൻറ്റം എന്ന് പറയുന്നത്. സിമെൻറ്റം എന്ന പേര് തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. കാരണം അത് അതിനെ നമ്മുടെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന സിമെൻറ്റിങ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അതിന് സിമെൻറ്റം എന്ന പേര് വന്നിട്ടുള്ളത്. ഇത് കാൽഷ്യത്താൽ നിർമ്മിതമായ ഒരു കോമ്പൗണ്ടാണ്. ഇറ്റ്സ് എ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കോമ്പൗണ്ട്. കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അതിലുള്ളത്. ഇനി അടുത്തതായിട്ട് വായിൽ ഡൈജഷന് സഹായിക്കുന്ന വേറെ എന്ത് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നോക്കാം. പല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പല്ലെങ്ങനെയാണ് ഈ നമ്മുടെ ഫുഡ് സ്റ്റഫിനെ ചവച്ചരയ്ക്കുന്നത്. അതുകൂടാതെ വായിൽ എന്ത് ഡൈജഷനാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. വായിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഉമിനീരുണ്ട്. ഉമിനീരിനെ നമ്മൾ പറയുന്നത് സലൈവ എന്നാണ്. സലൈവറി ഗ്ലാൻസ്, അതിൻ്റെ ഉമിനീർ ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രവമാണ് സലൈവ എന്ന് പറയുന്നത്. ഈ സലൈവയിൽ മ്യൂക്കസ് എന്നുള്ളൊരു പദാർത്ഥവും എൻസൈമുകളും അടങ്ങിയിട്ടുണ്ട്. മ്യൂക്കസ് എന്ന് പറയുന്നത് എന്തിനാണ്? മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനെ കുറച്ച് വെള്ളമയമാക്കാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ച് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂക്കസ് ഉള്ളത്. പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമൈലേസ്, ആ സലൈവറി അമൈലേസ് അതിനെ ഫുഡ് സ്റ്റഫിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അന്നജത്തിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് മാൾട്ടോസ് ആക്കി മാറ്റും. പിന്നെ നമ്മുടെ സലൈവയിലുള്ള വേറൊരു പദാർത്ഥമാണ് ലൈസോസൈം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള കീടാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ലൈസോസൈമിൻ്റെ ധർമ്മം. അപ്പോൾ നമ്മുടെ ഉമിനീരിൽ അല്ലെങ്കിൽ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന 3 പദാർത്ഥങ്ങളാണ്. ഒന്ന് മ്യൂക്കസ്, രണ്ടാമത്തത് ലൈസോസൈം, മൂന്നാമത്തത് സലൈവറി അമീലേസ് എന്ന് പറയുന്ന എൻസൈം അല്ലെങ്കിൽ രാസാഗ്നി എന്ന് പറയും. ഈ 3 സലൈവ അല്ലെങ്കിൽ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഈ ഉമിനീരുണ്ടാക്കുന്നതാകട്ടെ സലൈവറി ഗ്ലാൻസ് ആണ്, ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീരുണ്ടാക്കുന്നത്. നമ്മുടെ വായിൽ 3 ജോഡി അല്ലെങ്കിൽ 3 pairs ഓഫ് സലൈവറി ഗ്ലാൻസ് ആർ ദർ ഇൻ അവർ മൗത്ത്. ഈ സലൈവറി ഗ്ലാൻസ് നിർമ്മിക്കുന്ന ഉമിനീരും പല്ലുകളും നമ്മുടെ നാവുമൊക്കെ ചേർന്നിട്ടാണ് ഡൈജഷനെ ഈസി ആക്കി തീർക്കുന്നത്. So we know that the digestion starts from mouth, and for the digestion how the teeth and saliva help. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡൈജഷൻ്റെ ബാക്കി ഭാഗമായ ഈസോഫാഗസിലെയും സ്റ്റൊമക്കിലെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലെയും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.